ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് കരുതാണ്. അപ്പോൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ്. ഇതിൽ ഒരുപാട് റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് കൂടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബെല്ലൈക്കണിൽ ഓളും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഏതെങ്കിലുമൊക്കെ കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ നിങ്ങളെ കമൻസും കൂടി അറിയിക്കുക കേട്ടോ. കാരണം നമ്മൾ വീഡിയോ ചെയ്യുമ്പം അതിനൊരു എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി നമുക്ക് നല്ല ആഗ്രഹമാണ്, അത് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും ഒക്കെ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഒന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. കാരണം കമൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് വീഡിയോക്ക് റീച്ച് കൂടുക കേട്ടോ. അങ്ങനെ ഇന്ന് സ്കൂളുള്ളൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. പുട്ടിനുള്ള പൊടി അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു വെള്ളം വെച്ചപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മുട്ടം കൂടി പുഴുങ്ങാനിടാം കേട്ടോ. അപ്പോൾ രണ്ടും ഒരേ സമയത്താവുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്താൽ കേട്ടോ. കാരണം പണ്ടൊക്കെ നമ്മളമ്മമാരൊക്കെ നമുക്കൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ചോറ് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ മുട്ട കഴുകിയിട്ട് ഇതുപോലെ പുഴുങ്ങാനിടും. ചോറ് വേകുമ്പോഴത്തേക്കും മുട്ടയും പുഴുങ്ങി റെഡിയാവും എന്നുള്ള രീതിക്ക്. അപ്പോൾ ഞാനും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാനിതാ 1-ാം തീയതി തന്നെ ആ ഒരു ഡീപ്പ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല റിലാക്സ്ഡ് ആയിട്ട്. കാരണം 1-ാം തീയതി മുതൽ അടുത്ത 1-ാം തീയതി ആണല്ലോ ഇൻഷാല്ലാ നോമ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്രയും 30 ദിവസം നമുക്ക് സമയമുണ്ട്. അത്രയും 30 ദിവസം കഷ്ടപ്പെട്ട് ചെയ്യാനുള്ള പണികളൊന്നും ഒരു വീട്ടിലും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ ഞാനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ജോലികൾ മൊത്തം തീർക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തം നമുക്ക് ചെയ്യാനുള്ളതിനെ ഓരോന്നൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ മാറ്റിയതിന് ശേഷം അത് ഓരോ ദിവസത്തേക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുക ചെയ്ത്. പിന്നെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ സ്ട്രിക്റ്റായിട്ട് പ്ലാൻ ചെയ്യരുത്. കാരണം നമുക്ക് അറിയാം, ഒരു ദിവസം മനുഷ്യന്മാരാണ് എന്തെങ്കിലും അസുഖം വന്നാലോ അല്ലെങ്കിൽ എവിടെയും പോകേണ്ടി വന്നാലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആരെങ്കിലും ഗസ്റ്റൊക്കെ ആയിട്ട് വന്നാൽ നമുക്ക് അന്നത്തെ ജോലി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പിറ്റേന്നത്തേക്കോ അല്ലെങ്കിൽ വേറെ ഒരു സമയത്തേക്കോ മാറ്റാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ കുഞ്ഞാക്കി സ്പ്ലിറ്റാക്കിയിട്ട് വേണം ചെയ്യാൻ. അതാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഭാരവും അറിയില്ല, അത്രയും ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആ ഒരു ഫെബ്രുവരി 1 ചെയ്യാൻ വിചാരിച്ചത് പറഞ്ഞാൽ കംപ്ലീറ്റ് മാറാല തട്ടുക. അത്രയും പണി മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പണീൻ്റെ കൂടെ കംപ്ലീറ്റ്, അതായത് അകവും പുറവും മൊത്തം ഒന്ന് മാറാല തട്ടിയെടുക്കാനുള്ളൂ. ഏറിപ്പോയാലും ഒരു 1/2 മണിക്കൂർ സമയം അതിനെടുക്കുള്ളൂ. അതും എടുക്കില്ല എന്നാണ് തോന്നുന്നത്. അപ്പം അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ അടുത്ത ദിവസമാണ് അടുത്തത്, അതായത് ഫാന് മൊത്തം തുടയ്ക്കുക. എല്ലാ റൂമിലും ഫാന് അന്നത്തെ ഒരു ദിവസം തുടയ്ക്കുക. പിന്നെ എല്ലാ റൂമിലും നമ്മൾ ഡ്രസ്സുകളൊക്കെ ഒന്ന് അലമാറ ഓരോന്നായിട്ടൊന്ന് ഡീക്ലട്ടർ ചെയ്ത് ഒഴിവാക്കാനുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കി അത് ഓരോ ദിവസം. അത് നമുക്ക് പകൽ ചെയ്യാൻ വെക്കണമെന്നില്ല. രാത്രിയൊക്കെ സമയം കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ രാത്രിയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത്രയും സമയം കൂടി ലാഭിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മളൊരു റൂം എടുത്താൽ ആ ഒരു മാറാല പോയി ഫാന് ക്ലീനിങ് കഴിഞ്ഞു, പിന്നെ ഈ അലമാറ അല്ലെങ്കിൽ മേശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീക്ലട്ടറിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ റൂം നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് പൊടി തട്ടിയെടുക്കുക, ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു ദിവസം നമ്മൾ ജനലുകൾ മാത്രം ഒരു ദിവസം ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഓരോന്നും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ ഈസി ആവും. അങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതുപോലെ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ ഈ ഒരു രീതി നിങ്ങൾക്ക് സ്യൂട്ടാവും തോന്നുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കൂ. നല്ല സിമ്പിളാണ്. നമുക്കൊരു സ്ട്രെസ്സോ ടെൻഷനോ ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു റംസാൻ ഡീപ്പ് ക്ലീനിങ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ദിവസം മാറാല മാത്രം തട്ടാണ്. അപ്പോൾ നമുക്കറിയാം അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പോൾ വീട്ടിലേക്ക് വേറെ ഒരാൾ കയറി വരിക ഒക്കെ ചെയ്താലും നമ്മൾ വീട് സാധാരണ എങ്ങനെ നീറ്റായിട്ടിരിക്കും അതുപോലെ ഇരിക്കും. അതുപോലെ തന്നെ പിറ്റേ ദിവസം നമ്മളിപ്പോൾ അലമാര മാത്രമാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. മറ്റേത് നമ്മൾ ഓരോ റൂം വൈസ് അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു റൂമിലെ സാധനങ്ങൾ മൊത്തം വലിച്ച് വാരിയിട്ട് പിന്നെ അതൊക്കെ തുടച്ച് ഉണങ്ങി കഴിയുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് അത് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അന്നത്തെ ദിവസം നമ്മളത് മൊത്തം അങ്ങനെ പോകും. ഒരാൾ കയറി വന്നാലും സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടക്കും. ആ ഒരു ഡെയിലി നമ്മൾ വീടിനുണ്ടാവുന്ന നീറ്റ്നെസ് ഉണ്ടാവുകയില്ല.
പിന്നെ കുറച്ച് കൂടുതൽ സമയം നമ്മൾ കിച്ചണിന് കൊടുക്കുക. ഓരോരുത്തരുടെ വീട്ടിലെയും കിച്ചണിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ചിലർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും, ചിലർക്ക് 1-2 ദിവസം എടുക്കേണ്ടി വരും. അതിനനുസരിച്ച് അതും കൂടി അറേഞ്ച് ചെയ്യുക. പിന്നെ ഉള്ളിലുള്ള എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്, പുറത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ എൻ്റെ ഡീപ്പ് ക്ലീനിങ് പ്ലാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടേതൊക്കെ എങ്ങനെയാണെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തിടുക. പിന്നെ ഈ ഒരു പ്ലാന് നിങ്ങൾക്ക് സൂട്ടബിൾ ആവുമോ എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കേശ സ്കൂളും പോയിട്ടുണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് ഒതുക്കലും കാര്യങ്ങളും, ഇന്ന് അടിക്കൽ തുടക്കൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. കുറച്ച് കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഒതുക്കൽ കാര്യങ്ങൾ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ രാവിലെ ചോറ് വെക്കലില്ല. കേശ രാവിലെ ഇപ്പോൾ ചോറ് സ്കൂളിൽ കൊണ്ടുപോവില്ല കേട്ടോ. കാരണം എന്ന് ചോറ് കൊടുത്തിട്ടാലും അത് കഴിക്കാതെ അതേപോലെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അതിന് നെയ്ച്ചോറായിക്കോട്ടെ ബിരിയാണി ആയിക്കോട്ടെ എന്ത് വെച്ച് കൊടുത്താലും അതുപോലെ തന്നെ ആട്ടോ കൊണ്ടുവരാം. അപ്പോൾ പിന്നെ ഞാൻ ചോറ് കൊടുക്കില്ല. ഇപ്പോൾ രാവിലെ എന്താണോ ചായക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് കൊടുത്തിടൽ. അതാകുമ്പോൾ പിന്നെയും കഴിക്കുമെന്ന് എനിക്ക് തോന്നാം. അപ്പോൾ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് മത്തി ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ മുറിച്ചത്, അതൊന്ന് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു ചെടിക്കൊക്കെ വെള്ളം കൊടുക്കുക. അപ്പോൾ കാണുന്ന മാറാല പൊടി കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ഇങ്ങനെ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ തുടയ്ക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡീപ്പ് ക്ലീനിങ് ചെയ്യാനില്ല കേട്ടോ. നമ്മൾ ഡെയിലി ചെയ്യുന്ന ക്ലീനിങ് ഒന്നും മര്യാദയ്ക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം കുറവായിരിക്കും. പിന്നെ പുതുതായിട്ട് വീട് വെക്കുന്നവർ അല്ലെങ്കിൽ വീടൊക്കെ റിനോവേറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അത്യാവശ്യം കാണാൻ തിരക്കടിയില്ലാത്ത കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യുക. പക്ഷേ എപ്പോഴും അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാം മാക്സിമം പ്ലെയിൻ ആക്കി ഇടുക എന്നുള്ളതാണ്. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡിസൈനിൽ ഗ്രൂവ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ പൊടി കിടന്നിട്ട് പിന്നെ നമുക്കൊരു വർഷം 1-2 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും വീട് പെട്ടെന്ന് ഒരു പഴയതായ പോലെ തോന്നും. അപ്പം മാക്സിമം എല്ലാ കാര്യങ്ങളും പ്ലെയിൻ ആക്കിയിട്ടും മിനിമലാക്കിയിട്ടും വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ ഒരു മടുപ്പും തോന്നില്ല. ഇവിടെ 2-3 ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലും ഒന്ന് വെള്ളം കൊടുക്കണം. പിന്നെ വെയിൽ തട്ടാത്ത ഭാഗത്ത് ഞാൻ അടുപ്പിൻ്റെ അവിടെ വെച്ചിട്ടുള്ള ആ ചെടിയൊന്നും കറക്റ്റായിട്ട് വളരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ച് വേറെ സ്ഥലത്തേക്കൊക്കെ ഒന്ന് വെക്കണം. അപ്പോൾ അവിടെ ഇരുന്നത് ആ ഒരു പാത്രം വെച്ച സ്റ്റാൻഡ് മറിച്ചിട്ടോ. നമ്മൾ പണികളൊക്കെ തീർന്ന് കരുതി നിൽക്കുമ്പോൾ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ഇരട്ടിപ്പണി തരുള്ളൂ. അപ്പോൾ ഈ ഒരു കാവത്തൊന്ന് പുഴുങ്ങാന്ന് കരുതി. ഇപ്പോഴത്തേക്കെല്ലാം വേണമെങ്കിൽ നമുക്കൊരു 11 മണിയാകുമ്പോൾ ആ ഒരു 11 ചായ 10 ചായ ഉണ്ടല്ലോ അതിനൊക്കെ എടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം എടുക്കാമെന്ന് കരുതിയിട്ട് അതൊക്കെ ഒന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൊലി കളയാൻ പോവാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കാവത്ത്, പൂള, ചക്ക, കാവത്ത് വെച്ചാൽ നമ്മളെ കാച്ചിൽ, അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പുറത്തുനിന്നാണ് ക്ലീൻ ആക്കുക. അതാകുമ്പോൾ മണ്ണ് ഒന്നും അകത്തെ ആവില്ലല്ലോ. അപ്പോൾ ഇത് കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. കുക്കറിലാകുമ്പോൾ ജസ്റ്റ് 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ അടിച്ചാൽ മതി, സംഭവം റെഡി ആയിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ കുറച്ച് ഓർക്കാപ്പുളി ഇരുന്നതും കൂടി ഞാനൊന്ന് ഉപ്പിലിട്ട് വെച്ചിട്ടോ. അങ്ങനെ നമ്മൾ കുളി, അലക്കിയത് കാറിടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് റേക്ക കുളിച്ചുറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ലഞ്ചിന് ഞാൻ കുക്കർ മത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണല്ലോ. അപ്പോൾ ഞാനതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതിൻ്റെ കൂടെ ജീരകം, കുരുമുളക്, മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മാത്രം മല്ലിപ്പൊടി കേട്ടോ, ഒരിത്തിരി മല്ലിപ്പൊടി മതി. അതിന് കൂടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും
ഒരു 1/4 ഗ്ലാസ് വെള്ളം, പിന്നെ കറിവേപ്പില കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഇനി ഈ അരപ്പ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. മാരിനേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു കുക്കർ അടുപ്പിലേക്ക് വെക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു 5-6 ചുവന്നുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വന്നാൽ അതിൻ്റെ മേലേക്ക് കറിവേപ്പില ബെഡ് പോലെ ഇട്ടതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച മത്തി അടുക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുതിർത്തതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. മേലെ കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും. ഇനി കുക്കർ അടച്ചു വെച്ചതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലടുപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നാൽ മതി. അതിൻ്റെ കൂടെ കുറച്ച് മാങ്ങട്ട ചമ്മന്തിയും കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കർ മത്തിയൊക്കെ സെറ്റായിട്ടുണ്ട്. മത്തിയും മാങ്ങട്ട ചമ്മന്തിയും അതിൻ്റെ കൂടെ ഇതാ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കയ്പ വറ്റലും പിന്നെ നല്ല ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് അടിച്ചിട്ടുള്ള ഇഞ്ചിയൊക്കെ ഇട്ട് അടിച്ചിട്ടുള്ള മോരും കൂട്ടി നന്നായിട്ട് ചോറ് വെച്ചു കേട്ടോ. അതിന് ശേഷം ഇതാ നമ്മൾ സ്ഥിരം പരിപാടി സാധനങ്ങൾ എത്തിയിട്ടുണ്ട്, അതെടുത്ത് വെക്കണം. പിന്നെ ഇതാണ്ടോ 5 രൂപേൻ്റെ ഫ്രൂട്ടി കേട്ടോ. കാണാൻ നല്ല ക്യൂട്ടല്ലേ, പക്ഷെ ഒറ്റ വലിയ സാധനമല്ലോ കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ കേശൊക്കെ എടുക്ക് ലഞ്ചിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് വെച്ച് കൊടുക്കും കേട്ടോ. ഇനി ചോറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ കിടന്നതാണ്. പിന്നെ ഇയാൾ ഉറക്കം കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കൂല കേട്ടോ. അങ്ങനെ ഇതാ വൈകുന്നേരം ചായക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാവത്തും പിന്നെ ഉത്സവ സീസൺ ആയതുകൊണ്ട് ഇതാ ശർക്കര ജിലേബിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അത് ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുന്ന കേട്ടോ. അതുപോലെ പിന്നെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് ഈ ഒരു ക്രാക്ക് ജാക്ക്. അപ്പം അതും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ചായ കുടിച്ചത്. അങ്ങനെ ചായ കൂടിയും കുറച്ച് സമയം വെറുതെ ഇരിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ കിച്ചണിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻലോസൊക്കെ വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡിന്നറിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റമാണ് പർദീസ ചിക്കൻ, അതായത് നമ്മൾ ചിക്കൻ പർദീസ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ, ഭയങ്കര സിമ്പിൾ വെച്ചാൽ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. കുറച്ച് പ്രിപ്പറേഷൻസേ ഉള്ളൂ, ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കഴിയും. അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫംഗ്ഷനുള്ള ടൈമിലൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ പർദീസ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ആട്ടോ വേണ്ടത്. മല്ലിച്ചപ്പ്, പുതിനയില, ക്യാപ്സിക്കം, ഉള്ളി, തക്കാളി ഇതെല്ലാം കൂടി ചെറുതാക്കി അരിഞ്ഞതാണ്. ക്യാപ്സിക്കം ഞാൻ 2 വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം മല്ലിച്ചപ്പും പുതിനയിലയും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 വലിയ സവാളയാണ് അരിഞ്ഞിട്ടുള്ളത്, ഒരു വലിയ തക്കാളിയും കൂടി കേട്ടോ. അതെല്ലാം കൂടി അരിഞ്ഞത് ഇതാ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാണ്. നമുക്ക് ചിക്കൻ മൊത്തത്തിലുള്ള ഫുൾ ചിക്കനാണ്, അപ്പോൾ അത് കുക്ക് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ കുക്കറായാലും കുഴപ്പമില്ല. പിന്നെ അതൊരു കുഞ്ഞ് പീസ് ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും പിന്നെ എരിവിന് ആവശ്യത്തിന് ഒരു 2-3 പച്ചമുളകും കൂടി ഇതുപോലെ ചതുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. 2 മാഗി ക്യൂബും കൂടി ചേർക്കുന്നുണ്ട്. ഇനി മസാലപ്പൊടികളായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ഒരു ഉണക്ക നാരങ്ങ, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ വിനെഗറും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നമ്മൾ മന്തിക്കൊക്കെ ചെയ്യുന്ന പോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ എടുക്കുക. പിന്നെ ചിക്കൻ്റെ മേലേക്ക് നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഉള്ളിലേക്കൊക്കെ മസാല ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി പ്രത്യേകം പറയണ്ടല്ലോ, ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. ഉള്ളിലേക്കൊക്കെ ആ ഒരു മസാല നല്ലോണം നിറച്ച് കൊടുക്കുക കേട്ടോ. എന്നാലാണ് ഉള്ളൊന്നും കൂടി ഫ്ലേവർ കിട്ടുള്ളൂ. ഇനി ഇതൊരു 2 മണിക്കൂറെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഓവർനൈറ്റൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലേവർ ഇറങ്ങിക്കോളും.
അപ്പോൾ ഈ ഒരു ഫുൾ ചിക്കൻ കിട്ടൂല അല്ലെങ്കിൽ എങ്ങനെ കഴിക്കാൻ ആളില്ല എന്ന് കരുതിയിട്ട് ഉണ്ടാക്കി നോക്കാതൊക്കെ ഉണ്ട. കുറച്ച് വലിയ പീസായിട്ട് ചിക്കൻ കട്ട് അയച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താലും ഈ ഒരു സെയിം ടേസ്റ്റ് തന്നെയാട്ടോ ഉണ്ടാവുക. റേക്കൊക്കെയുള്ള ഡിന്നറും കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആ ഗ്യാപ്പിൽ ഞാൻ മയോണീസും ആ ഒരു തക്കാളി സോസൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. കൂടെ നമ്മൾ പർദീസ ചിക്കനിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 12 കാഷ്യൂ തിളച്ച വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഇനി ഈ ഒരു ചിക്കനിലേക്ക് കോംബോ ആയിട്ട് ഞാനിത് ഒരു അറബിക് റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മന്തിന്നോ കപ്സാന്നോ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാത്തൊന്നും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സൊക്കെ കൂടി കൂട്ടിയിട്ട് ഒരു സിമ്പിൾ റൈസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഇതാ ഒരു പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് ആ ഓയിൽ ചൂടായി വരുമ്പം ഹോൾ സ്പൈസസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കറാമ്പട്ട, ഏലക്കായ, അതുപോലെ തന്നെ കറാമ്പൂവൊക്കെ, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതാ ഞാൻ ഒരു വലിയ സവാള ചെറുതാക്കി നുറുക്കിയത് ചേർത്തിട്ട് ഒന്ന് ബ്രൗൺ ആക്കി എടുക്കാൻ പോകാം കേട്ടോ. ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ അതിലേക്ക് ഇതാ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു ഉണക്കനാരങ്ങയും ഒരു മാഗി ക്യൂബും, അതായത് നമ്മൾ ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബും കൂടി ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 വലിയ തക്കാളി ഒന്ന് അരച്ചിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നാൽ അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള സെല്ല റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു അരമണിക്കൂർ കുതിർത്ത് വെച്ച റൈസാട്ടോ. റൈസ് ഒന്ന് റോസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം അതിലേക്ക് റൈസിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നോർമൽ നെയ്ച്ചോറും മന്തിയൊക്കെ കുക്കാക്കി എടുക്കുന്ന പോലെ അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുക്കാം. അപ്പോൾ റൈസൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഇതാ പർദീസ ചിക്കൻ നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് വീതം അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ വേണ്ടിയത്. ഒരു 45 മിനിറ്റോട് ഇത് റെഡിയായി വരും കേട്ടോ. അപ്പോൾ ഓരോ തവണ മറിച്ചിടുമ്പോഴും അതിൻ്റെ മേലേക്ക് ആ ഒരു മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കാൻ 40 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചിക്കനും മസാലയൊക്കെ വെന്തിട്ട് അതിൻ്റെ എണ്ണ മേലെ തെളിയാനും അതുപോലെ തന്നെ ചിക്കൻ്റെ കാലിന്ന് ആ ഒരു ഇറച്ചിയൊക്കെ വിട്ട് വരാനൊക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് കുറച്ച് വെള്ളത്തിലൊന്ന് അരച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് ഇളക്കി നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതാണ്. റെസിപ്പീസൊക്കെ അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എന്തായാലും അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.